എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഒരു സങ്കല്പ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ്. കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും മനുഷ്യജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ദൈവം. ഈ ദൈവത്തിനെ മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഇസ്രായേലിലെ രാജാവും ഭക്തകവിയുമായിരുന്ന ദാവീദിൻ്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കട്ടെ. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. കർത്താവിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 11:4. ദൈവം നോക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ്. സത്യസന്ധതയാണ് ദൈവം നോക്കുന്നത്. പുറമേ കാണിക്കുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ലല്ലോ. വളരെ മനോഹരമായി ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയുമായിരിക്കും, എന്നാൽ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ആയിരിക്കും. അതിൻ്റെ അനന്തരഫലം ചതിവും വഞ്ചനയുമായിരിക്കും. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നും വരുന്നു. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ഇതത്രേ. മത്തായി 15:18. പരസ്യമായി പാപം ചെയ്ത് ജീവിക്കുന്നവരെ നോക്കി യേശു ഒരിക്കലും വിമർശിച്ചതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഹാ കഷ്ടമെന്നും അവരോട് യേശു പറഞ്ഞില്ല. അവർ ചെയ്യുന്നത് ശരിയായതുകൊണ്ടല്ല, എന്നാൽ യേശു പാപികളെ രക്ഷിപ്പാനായിട്ട് വന്ന രക്ഷിതാവായതുകൊണ്ടാണ് യേശു അവരെ ആ നിലയിൽ അവരുമായിട്ട് ഇടപെട്ടത്. അവരെ നോക്കി യേശു സ്നേഹിച്ചു. അവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പാപികൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരയാഗമായി തീർന്നത്. എന്നാൽ യേശു വിമർശിച്ചത് അന്നത്തെ മതനേതാക്കന്മാരെയായിരുന്നു. അവർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ അവർ ജീവിച്ചിരുന്നില്ല. അവരെ നോക്കിയാണ് യേശു നിങ്ങൾക്ക് ഹാ കഷ്ടമെന്ന് വിളിച്ചു പറഞ്ഞത്. വെള്ളത്തേച്ച ശവക്കല്ലറയോടെയാണ് അവരെ യേശു ഉപമിച്ചത്. അവർ മതനിയമങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നവരായിരുന്നു. എന്നാൽ അവരുടെ രഹസ്യജീവിതം മോശമായിരുന്നു. അതുകൊണ്ടാണ് യേശു അവരെ നോക്കി വിമർശിച്ചതും ഹാ കഷ്ടം എന്ന് പറഞ്ഞതും. പ്രിയമുള്ളവരെ, ഏതൊരു ചെറിയ കാര്യത്തിലും നമുക്ക് വിശ്വസ്തത പുലർത്താം. പറയുന്നത് പോലെ തന്നെ ആകട്ടെ നമ്മുടെ പ്രവൃത്തിയും. ദൈവം ഹൃദയങ്ങളെയാണ് പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ സത്യസന്ധത കാണുവാൻ ഇടയാകട്ടെ. വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തത പുലർത്താം. കാരണം നമ്മുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും പരിശോധിക്കുന്ന ജീവനുള്ള ദൈവമാണ് സ്വർഗത്തിൽ ഉള്ളത്. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മെ പരിശോധിക്കുന്നു. അത് മറക്കാതിരിക്കുക. ഗോഡ് ബ്ലസ് യു. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന